കേരള മീഡിയ അക്കാദമി അവതരിപ്പിക്കുന്ന മാധ്യമജാലകത്തിലേക്ക് സ്വാഗതം. മുതിർന്ന മാധ്യമ പ്രവർത്തകർ അവരുടെ മാധ്യമ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന മൈ സ്റ്റോറിയാണ് ഇന്നാദ്യം. പ്രശസ്ത മാധ്യമ പ്രവർത്തകനായ സണ്ണിക്കുട്ടി എബ്രഹാം ആണ് ഇന്ന് സംസാരിക്കുന്നത്. ദീർഘകാലം മാതൃഭൂമി പത്രത്തിൽ മാധ്യമ പ്രവർത്തകനായിരുന്ന അദ്ദേഹം കേരളത്തിലും ഡൽഹിയിലുമെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട്. ടെലിവിഷൻ ചർച്ചകളിലൂടെയും അദ്ദേഹം നമുക്ക് സുപരിചിതനാണ്. 1985 കാലത്ത് കേരളത്തിൽ വലിയ വിവാദമായി തീർന്ന ഒരു വാർത്തയായിരുന്നു അന്ന് മന്ത്രിയായിരുന്ന ആർ ബാലകൃഷ്ണപിള്ള നടത്തിയ പഞ്ചാബ് മോഡൽ പ്രസംഗം. അതേ തുടർന്ന് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടിയും വന്നു. ആ വാർത്ത അന്ന് മാതൃഭൂമിയിൽ റിപ്പോർട്ട് ചെയ്തത് സണ്ണിക്കുട്ടി എബ്രഹാം ആയിരുന്നു. മൈ സ്റ്റോറിയിൽ ഇന്ന് അദ്ദേഹം പറയുന്നത് അതിന്റെ പിന്നിലെ കഥകളെ കുറിച്ചാണ്. മാധ്യമജാലകത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മാതൃഭൂമിയിലെ 32 വർഷത്തോളം ജോലി ചെയ്തതിലെ ഏറ്റവും കൂടുതൽ ബ്യൂറോയിലായിരുന്നു. ഇടക്കാലത്ത് ഈ പറഞ്ഞ പോലെ ഞാൻ ഒരു തവണ ഡൽഹിയിൽ നിന്നുള്ള ഒരു ഇത് കഴിഞ്ഞിട്ട് കൊച്ചി വന്നു. അപ്പോൾ കുറച്ചു കാലം ഡെസ്കിലായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ വീണ്ടും തൃശ്ശൂരൊക്കെ പോകുന്നു. അവിടെ എല്ലാം റിപ്പോർട്ടിങ്ങിലായിരുന്നു. അപ്പോൾ ഈ കൊച്ചിയിൽ ജോലി ചെയ്യുമ്പോഴാണ് രണ്ടാം തവണ, അതായത് ഞാൻ ട്രെയിനായിട്ട് ചേർന്നു, തിരുവനന്തപുരത്തേക്ക് വന്നു, വീണ്ടും കൊച്ചിയിൽ ചെന്നൊരു സമയമുണ്ട്. അതായത് തിരുവനന്തപുരം, കോട്ടയം, കാസർഗോഡ്, കൊച്ചി. ഞാൻ ഒത്തിരി ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട ആളാണ്. മാതൃഭൂമിയിൽ ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫർ വാങ്ങിച്ച ഒരാളാണ്. 15 ട്രാൻസ്ഫർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ രണ്ടാം തവണ കൊച്ചിയിലെത്തുമ്പോഴാണ് ഈ വിവാദമായി പഞ്ചാബ് മോഡൽ പ്രസംഗം ആർ ബാലകൃഷ്ണപിള്ളയുടെ രാജിയൊക്കെ ഉണ്ടാകുന്നത്. അതിൻ്റെ വളരെ തുടക്കകാലം ഒരു വളരെ ജൂനിയറായ റിപ്പോർട്ടറായിരിക്കുന്ന സമയത്ത് അന്ന് കേരള കോൺഗ്രസ് മാണിയും ജോസഫും പിള്ളയെല്ലാം കൂടെ ലയിച്ചൊരു വലിയ ലയന സമ്മേളനം, ഒരു മഹാസമ്മേളനം ഇവിടെ എറണാകുളത്ത് രാജേന്ദ്ര മൈതാനത്ത് എടുത്തത് 1985 മെയ് 25 തോന്നും. ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് ബാലകൃഷ്ണപിള്ള നടത്തിയൊരു പ്രസംഗം, അതിൻ്റെ ഉദ്ഘാടന പ്രസംഗം മാണിയായിരുന്നു, കെ മാണി സാറാണ്. മാണി സാർ തന്നെ ഒരു പ്രസംഗം, ഒരു കേരളത്തിന് അർഹമായ ഒരു സഹായം കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നില്ല, ഒരു കേന്ദ്രവിരുദ്ധ അന്തരീക്ഷം മാണി സാർ സെറ്റ് ചെയ്തിരുന്നു. അത് മനഃപൂർവ്വം വേണം തോന്നില്ല. പക്ഷേ കേരള കോൺഗ്രസ് എപ്പോഴും ഒരു സ്റ്റേറ്റ് പാർട്ടി എന്നുള്ള നിലയിൽ കേരളത്തിൻ്റെ താല്പര്യങ്ങൾ എന്നുള്ള ഒരു ഇതാണല്ലോ അവർ എപ്പോഴും പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷം അദ്ദേഹം സെറ്റ് ചെയ്തു. PJ ജോസഫ് പ്രസംഗിച്ചു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാലകൃഷ്ണപിള്ള പ്രസംഗിക്കുന്നത്. ബാലകൃഷ്ണപിള്ള അങ്ങ് കത്തിക്കയറി. അതായത് നമുക്ക് ഇങ്ങനെ ഭരണത്തിലിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഭരണം വിട്ടാണെങ്കിൽ ഞങ്ങൾ പ്രക്ഷോഭത്തിനിറങ്ങാൻ തയ്യാറാണ്. കരുണാകരൻ കേന്ദ്രത്തിൽ ചെന്ന് കഴിയുമ്പം കവാത്ത് മറക്കും, ഇവിടുന്ന് ഓരോന്ന് പറഞ്ഞിട്ട് പോയിട്ട് അവിടെ ചെന്നത് മറക്കും, ഒന്നും കിട്ടുന്നില്ല, പിന്നെ ഈ രീതിയിൽ പോകാൻ പറ്റത്തില്ല, നോക്ക് പഞ്ചാബിലെ കാര്യങ്ങൾ നോക്ക്, പഞ്ചാബിൽ അവിടെ രാജ്യത്തിനെതിരായിട്ട് തന്നെ പഞ്ചാബ് തീവ്രവാദികളെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അവിടെയാണ് വികസനം വരുന്നത്. നമുക്ക് കിട്ടിയ കോച്ച് ഫാക്ടറി ഇപ്പോൾ എവിടെയാണ്? പഞ്ചാബിന് കൊടുത്തു. ആ സമയത്താണ് പഞ്ചാബിലേക്ക് അത് മാറ്റിക്കൊണ്ടുപോയത്, നമ്മൾ കഞ്ചിക്കോട് തുടങ്ങാനിരുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ പ്രക്ഷോഭങ്ങളൊക്കെ നടത്തിയാലേ നമുക്കെന്തെങ്കിലും അർഹമായ വിഹിതം കിട്ടുകയുള്ളെങ്കിൽ ഞങ്ങളതിനും തയ്യാറാണ് എന്ന് പറഞ്ഞ് പ്രസംഗിച്ചപ്പോൾ അന്ന് ഞങ്ങൾ വളരെ ആലോചിച്ചിട്ടൊക്കെയാണ് ആ വാർത്ത കൊടുത്തത്. വേറെ ആരും റിപ്പോർട്ട് ചെയ്തില്ല. ദേശാഭിമാനിയിൽ അവസാനത്തെ ഒരു വരിയായിട്ടിത് വന്നു. മറ്റു പത്രങ്ങളാരും റിപ്പോർട്ട് ചെയ്തില്ല. ആ റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് അതൊരു പഞ്ചാബ് മോഡൽ പ്രസംഗമെന്ന് അതിനൊരു പേര് വിടും. സത്യത്തിൽ എൻ്റെ റിപ്പോർട്ടിലോ അദ്ദേഹം പ്രസംഗിച്ചോ പഞ്ചാബ് മോഡലില്ല. പഞ്ചാബിലെ പോലെ പ്രക്ഷോഭം നടത്തിയാലേ നമുക്ക് വേണ്ടി വന്നാൽ നമ്മൾ ആവാം. അതങ്ങ് പഞ്ചാബ് മോഡലായി, അതിനൊരു പേര് വീണു. പിന്നെ ബാലകൃഷ്ണപിള്ള നിഷേധിച്ചത് ഞാൻ പഞ്ചാബ് മോഡൽ എന്ന് പറഞ്ഞിട്ടില്ലെന്ന്. അത് ശരിയാ, പുള്ളി പറഞ്ഞിട്ടില്ല. പിന്നെ ഇത് മാതൃഭൂമിയിൽ മാത്രമേ വന്നുള്ളൂ. അതെങ്ങനെയാണ് എന്നൊക്കെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ അന്ന് മനോരമയുടെ PS ജോണാണ് ചീഫ് അവിടെ എറണാകുളത്തെ. ജോണേട്ടൻ്റെ നേതൃത്വത്തിൽ അത് റിപ്പോർട്ട് ചെയ്ത എല്ലാവരും, നമ്മുടെ അംബാസഡറായ രാജമണിയില്ലേ, നെതർലാൻഡ്സിലൊക്കെ പോയി, അദ്ദേഹമൊക്കെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഞങ്ങളൊരു സംയുക്ത പ്രസ്താവനയൊക്കെ ഇറക്കി, ഇങ്ങനെ പ്രസംഗിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട്.
പിന്നെ മാധ്യമങ്ങൾക്കെതിരായിട്ട് പറഞ്ഞപ്പോൾ അന്ന് മലപ്പുറം മൂസ അന്ന് KWയുടെ പ്രസിഡൻ്റാണെന്ന് തോന്നുന്നത്, അദ്ദേഹം പ്രസ്താവന ഇറക്കി. അപ്പോൾ കോൺഗ്രസ് നേതൃയോഗം ചേർന്നിട്ട് ഇദ്ദേഹം ഒഴിയണം, അല്ലെങ്കിൽ ഒന്നുകിൽ മാപ്പിടണം അല്ലെങ്കിൽ ഒഴിയണം എന്നുള്ളൊരു നിലപാടെടുത്തു. അതിനുമുമ്പ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന കാർത്തികേയൻ ആണ് ആദ്യമായിട്ട് ഇതൊരു വലിയ ഇഷ്യൂ ആക്കുന്നത്. ഇത്തരത്തിൽ പ്രസംഗം നടത്തിയ ഒരാളിനെ ഭരണത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അദ്ദേഹം ഒന്നുകിൽ മാപ്പ് പറയണോ അല്ലെങ്കിൽ ഒഴിയണോ, അതായിരുന്നു. അങ്ങനെ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. കേരള കോൺഗ്രസ് അതിന് തയ്യാറായില്ല. കേരള കോൺഗ്രസ് വളരെ അതിനകത്തൊരു നിലപാട് കടുപ്പിച്ച് നിന്നു. അങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട് KC ചാണ്ടി എന്ന് പറയുന്നത്, നമ്മുടെ പഴയ KM ചാണ്ടി, KPC പ്രസിഡന്റും ഗവർണറൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ഒരു കേസ് കൊടുത്തു. കേസിൽ ജസ്റ്റിസ് രാധാകൃഷ്ണ മേനോൻ പത്ര റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ ഇതിലൊരു കേസുണ്ട്, സ്വമേധ അദ്ദേഹം രാജിവെക്കത്തക്ക ഒരു കേസുണ്ട്. അദ്ദേഹം സ്വമേധയാ രാജിവെച്ച് പോകാം, അതാണ് നല്ലത്. അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റിക്കിട്ടുന്നതിന് വേണ്ടി ആർക്കും കോടതിയെ സമീപിക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ ആ അർത്ഥത്തിലൊരു പരാമർശം. അപ്പോഴത്തേക്ക് കോൺഗ്രസ് അത് കടുപ്പിച്ചു. കരുണാകരൻ വളരെ കർശന നിലപാടെടുത്തു. അവസാനം പിന്നെ ഈ വിധി വന്ന ദിവസം നമ്മുടെ പഴയ ഗസ്റ്റ് ഹൗസിൽ, ഇപ്പോഴത്തെ ഗസ്റ്റ് ഹൗസല്ല, ഇപ്പോഴത്തെ റെസിഡൻസി, അവിടുത്തെ 1-ാം നമ്പർ മുറിയിൽ കേരള കോൺഗ്രസിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ വെച്ചാണ് ഇത് അറിയുന്നത്. പിന്നെ അവിടെ വെച്ച് തീരുമാനിച്ചു ഈ ഒരു വിധി വന്ന സാഹചര്യത്തിൽ രാജിവെക്കാം. അന്ന് പിന്നെ വളരെ വൈകാരികമായിട്ട് ബാലകൃഷ്ണപിള്ള, ഇത് എൻ്റെ രാഷ്ട്രീയ ഗുരുനാഥനായ PT ചാക്കോ ഈ മുറിയിലിരുന്നു കൊണ്ടാണ് രാജിവെക്കാൻ തീരുമാനിച്ചത്, അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു എന്നൊക്കെ പറഞ്ഞ് രാജിവെച്ചു. ആ ഒരു തുടക്കം അത് പിന്നീട് അഴിമതി നിരോധന കമ്മീഷൻ മുമ്പിൽ കേസായിട്ടൊക്കെ വന്നു. സംഭവിച്ചെന്താ വെച്ചാൽ ഇത് ഞാനേ റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ കൂടെ അന്ന് റിപ്പോർട്ട് ചെയ്യാൻ വന്ന എല്ലാവരും എനിക്ക് അനുകൂലമായിട്ടൊരു പ്രസ്താവനയൊക്കെ ഇറക്കി, ഒന്നിച്ചു നിന്നു. ഞങ്ങൾ ഈ പ്രസംഗം വന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒരു ഇൻസ്പെക്ഷൻ ബംഗ്ലാവുണ്ട് അവിടെ BTH-നടുത്ത് എറണാകുളത്ത്. അവിടെ ബാലകൃഷ്ണൻ വന്നു. അപ്പം ജോണേട്ടനും ഞങ്ങളെല്ലാവരും കൂടെ കാണാൻ പോയി. എനിക്ക് അദ്ദേഹത്തെ അറിയത്തൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹമായിട്ട് ഒരു അടുത്ത് പിന്നെ ഇടപെടുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പം ജോണേട്ടനുമായിട്ടൊക്കെ വലിയ അടുപ്പമുള്ള ആളുടെ. അപ്പം ജോണേട്ടൻ ചോദിച്ചു, എടോ തനിക്ക് എന്ത് പറ്റിയിടോ എന്ന് ബാലകൃഷ്ണനോട് ചോദിച്ചു. അപ്പോൾ ബാലകൃഷ്ണനോട് വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു, എടോ എൻ്റെ ഒരു എലോക്വൻസിൻ്റെ ഭാഗമായിട്ട് അങ്ങ് വന്നു പോയതാണോ. ഇപ്പോഴും ഞാൻ ആ വാചകം അതേപടി ഓർക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞോടോ പുതിയ പിള്ളേരാണല്ലോ, എല്ലാവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക പറഞ്ഞ് ഞങ്ങളെയൊക്കെ പരിചയപ്പെടുത്തി. എന്നെ ഇങ്ങനെ പരിചയപ്പെടുത്തിയപ്പോൾ പുള്ളി വളരെ ഓഹോക്കെ അങ്ങ് കറുത്തു. പിന്നെ ഞങ്ങളെപ്പോഴും കാണും, എന്നോട് കാണുമ്പോൾ ഒരു ശത്രുതയൊന്നുമില്ല. പക്ഷേ എവിടെയൊക്കെ പ്രസംഗിക്കുമ്പോഴൊക്കെ എനിക്കെതിരായിട്ടൊക്കെ പ്രസംഗിക്കും. അന്നത്തെ പുള്ളിയുടെ ഒരു വാദം, പിന്നെ അദ്ദേഹം വൈദ്യുതി മന്ത്രി ആയിരിക്കുന്ന സമയത്ത് വീരേന്ദ്രകുമാറിൻ്റെ, അന്ന് MD ആണ് ഞങ്ങളുടെ, കൽപ്പറ്റയിൽ ഏതോ ഒരു തോട്ടത്തിനടുത്തൊരു ജലവൈദ്യുതി പദ്ധതിക്ക് ആലോചിച്ചു. അപ്പോൾ ആ പദ്ധതി വന്നാൽ അദ്ദേഹത്തിൻ്റെ കുറേ തോട്ടം വെള്ളത്തിൽ പോവും, അത് അരുതെന്ന് പറഞ്ഞ് അത് മാറ്റണമെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചില്ല. അതിൻ്റെ ദേഷ്യത്തിന് വീരേന്ദ്രകുമാർ എന്നെക്കൊണ്ട്, MP വീരേന്ദ്രകുമാർ എന്നെക്കൊണ്ട് എഴുതിച്ചാണെന്നാണ് ആദ്യത്തേത്. അപ്പോൾ അങ്ങനൊന്നും അവിടെ ഒരു തോട്ടവാല ഒരു പദ്ധതിയോ തോട്ടമോ ഒന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പിന്നെ നമ്മുടെ ഞങ്ങളുടെ എഡിറ്ററായിരുന്ന MD നാലപ്പാട് അദ്ദേഹം നിർബന്ധിച്ച് എന്നെ കൊണ്ട് എഴുതിച്ചതാണ് എന്നാ പുള്ളി പറഞ്ഞിരുന്നത്. അതൊരു എൻ്റെ ഒരു പത്രപ്രവർത്തന തുടക്കത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു അധ്യായമായിരുന്നു. പോയ വാരം മാധ്യമങ്ങളിൽ കണ്ട വാർത്താ ചിത്രങ്ങളെ B. ചന്ദ്രകുമാർ വിലയിരുത്തുന്നു. ചിത്രജാലകത്തിലേക്ക് സ്വാഗതം. ലെ ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കത്തിന് അവസാനമായി. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ തോൽപ്പിച്ച് സ്പെയിൻ കപ്പ് കൊണ്ടുപോയി. വേൾഡ് കപ്പുമായി
ആഹ്ലാദം പങ്കുവയ്ക്കുന്ന സ്പാനിഷ് കളിക്കാരുടെ ചിത്രം മലയാള മനോരമ അന്ന് തന്നെ രാവിലത്തെ 1-ാം പേജിൽ കൊടുത്തു. അതായത് 3 മണിക്ക് TV-യിൽ മത്സരം കണ്ട പ്രേക്ഷകർ 6 മണിക്ക് മുറ്റത്ത് വന്ന് വീണ പത്രത്തിൽ ആ ഫോട്ടോ കണ്ടു. എങ്കിലും അന്നത്തെ ദിവസം ഇറങ്ങിയ കേരളകൗമുദി പത്രം കൂടുതൽ ആകർഷകമായി. അർജന്റീനയ്ക്കെതിരെ വിജയ ഗോൾ നേടിയ സ്പാനിഷ് താരം ഫെറാൻ ടോറസിന്റെ ആഹ്ലാദ പ്രകടനമായിരുന്നു ആ പത്രത്തിന്റെ 1-ാം പേജിൽ. കാൽപന്ത് കളിയുടെ ചടുലതയും ചൂടും ചൂരും ആവേശവും മൊത്തത്തിൽ ആവേശിച്ച ഒരു സുന്ദര ചിത്രം. സമരത്തീയിൽ ഡൽഹി തിളയ്ക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ പത്രങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഫോട്ടോ മിക്ക പത്രങ്ങളുടെയും 1-ാം പേജിൽ കണ്ടു. പ്രതിഷേധ മാർച്ചിൽ രാഹുൽ ഗാന്ധിക്ക് ഒപ്പമുണ്ടായിരുന്ന വയനാട് MP പ്രിയങ്ക ഗാന്ധിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ചിത്രങ്ങളും മാധ്യമങ്ങളിലുണ്ടായിരുന്നു. കേരള മുഖ്യമന്ത്രി VD സതീശനും കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MPമാരും പ്രതിഷേധത്തിൽ പങ്കെടുത്ത ചിത്രങ്ങളും ഉണ്ടായിരുന്നു. കേന്ദ്രമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി അംഗങ്ങൾ ജന്തർ മന്ദിറിൽ കുറച്ചുനാളായി നടത്തി വന്നിരുന്ന സമരം കഴിഞ്ഞ ദിവസം പാർലമെന്റിലേക്ക് നീങ്ങിയതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. സമരക്കാരെ പോലീസ് ലാത്തിചാർജ് ചെയ്യുന്നതിന്റെയും പോലീസ് വാഹനങ്ങൾ മറിച്ചിടുന്നവരുടെയും ചിത്രങ്ങൾ പത്രങ്ങളിൽ കണ്ടു. ലക്ഷണം കണ്ടിട്ട് ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന സംഭവങ്ങളുടെ വാർത്താചിത്ര പരമ്പരയ്ക്കായിരിക്കും അടുത്ത പുലിറ്റ്സർ സമ്മാനം എന്നാണ് തോന്നുന്നത്. ഫുട്ബോൾ ലോകകപ്പുമായി ബന്ധപ്പെട്ട് പത്രങ്ങളിൽ വന്ന തലക്കെട്ടുകളെയും പ്രയോഗങ്ങളെയും കുറിച്ചാണ് വാക്കിലെ ശരിയിൽ SD പ്രിൻസ് പറയുന്നത്. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന്റെ ആവേശം ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. വിജയികളുടെ ആഘോഷം തുടങ്ങിയിട്ടേ ഉള്ളൂ. പരാജയത്തിന്റെ കാരണങ്ങളും കളിയിൽ പലപ്പോഴായി കണ്ട സുന്ദര നിമിഷങ്ങളുമൊക്കെ ജനമനസ്സുകളിൽ ഓർമ്മയായി നിൽക്കുന്നു, പലയിടത്തും ചർച്ചയായി തുടരുന്നു. മത്സരത്തിന്റെ കിക്ക് ഓഫിന് തൊട്ടു മുമ്പ് ഒരു പത്രം എഴുതിയതോർക്കുന്നു. ഭൂമി ഒരു പന്തിന് ചുറ്റും കറങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ആഗോള തിര എന്ന ശീർഷകത്തിന് താഴെ ദേശാഭിമാനി പത്രം എഴുതിയത് ലോകത്തിന്റെ കളിത്തട്ട് ഉണർന്നുവെന്നാണ്. അത്രയ്ക്കായിരുന്നു ലോകമെമ്പാടും കണ്ട ആവേശം. ഈ ആവേശം നമ്മളുടെ പത്രങ്ങളിൽ അതുപോലെ കണ്ടതിൽ ഒരു അത്ഭുതവുമില്ല. ചിലപ്പോഴൊക്കെ തോന്നിപ്പോയത് പത്രങ്ങളും പന്ത് കളിക്കുന്നുണ്ടെന്നും ചില ടീമുകളുമായി പക്ഷപാതം കാട്ടുന്നു എന്നൊക്കെയാണ്. പത്രങ്ങളിൽ വന്ന ലോകകപ്പ് വിശേഷങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് ഫൈനലിൽ നിന്നാവാമെന്ന് തോന്നുന്നു. ഈ ഫൈനലല്ല, 22-ാം ലോകകപ്പിന്റെ ഫൈനൽ. അന്ന് അർജന്റീന കപ്പ് നേടിയപ്പോൾ ഒരു പത്രം എഴുതിയിരുന്നത് ഗർജന്റീന എന്നായിരുന്നു. അത് ഒരു ശീർഷകം എന്നതിനപ്പുറം രസകരമായ ഒരു ഗർജനമായി തന്നെ ഏവർക്കും തോന്നിയിരുന്നു. ഇത്തവണയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും എന്നായിരുന്നു പ്രതീക്ഷിച്ചത്. പറയാതെ തരമില്ല, അർജന്റീനയ്ക്കൊപ്പം വന്നില്ല ഇത്തവണത്തെ സ്പെയിനിന്റെ പേരിലുള്ള തലക്കെട്ട്. അവിടെ സ്പെയിൻടാസ്റ്റിക് എന്നാണ് കണ്ടത്. എന്തുകൊണ്ടാവാം ഈ സ്പെയിൻടാസ്റ്റിക് അത്രയ്ക്ക് ഒരു പുതുമയില്ലാത്തതായി തോന്നിയത്? ഫ്രാൻസ് നന്നായി കളിക്കുമ്പോൾ ഫ്രഞ്ചാസ്റ്റിക് എന്ന് എഴുതുമായിരുന്നു. ക്രിക്കറ്റിൽ ഋഷഭ് പന്ത് നന്നായിട്ട് ബാറ്റ് ചെയ്താൽ ഉടനെ എഴുതും പന്താസ്റ്റിക് എന്ന്. ഇങ്ങനെയുള്ള സ്റ്റിക്കുകൾ പലത് കണ്ടാവാം ഈ സ്പെയിൻടാസ്റ്റിക്കിന് ഒരു പുതുമയില്ലാതെ പോലെ തോന്നി. മലയാള മനോരമയിൽ മറ്റൊരിടത്ത് സ്പെയിനിസം എന്ന് കണ്ടിരുന്നു. സ്പെയിനിന്റെ ആഘോഷത്തിന്റെ കാര്യം പറയുമ്പോൾ സ്പാനിഷ്ടം പോലെ എന്ന് ആണ് എഴുതിയിരുന്നത്. ലാ റോജാവ് എന്നായിരുന്നു മാധ്യമം പത്രം നൽകിയ ശീർഷകം. ലാ റോജ എന്നത് സ്പാനിഷ് ദേശീയ ഫുട്ബോൾ ടീമിന്റെ 1920 മുതലേ ഉള്ള പേരാണ്. ചുവന്നത് എന്നാണ് അർത്ഥം, ദ റെഡ് വൺ. കാലം നിശ്ചലമാകുന്നു ഈ അത്ഭുത സംഘത്തിന് മുന്നിൽ എന്നാണ് മാധ്യമം എഴുതിയിരുന്നത്. കേരള കൗമുദിയിൽ കണ്ടത് സ്പാനിഷ് ജല്ലിക്കെട്ട് എന്നായിരുന്നു. വീണ്ടും സ്പാനിഷ് വസന്തം എന്ന് പറയുന്നുണ്ട്. കാരണം മുമ്പൊരിക്കൽ ലോകകപ്പ് നേടിയവർക്ക് വീണ്ടും കപ്പ് നേടാനായപ്പോൾ വീണ്ടും സ്പാനിഷ് വസന്തം എന്ന് ആ പത്രം എഴുതിയിരുന്നു. അടുത്ത ദിവസം സ്പാനിഷ് ഡിലൈറ്റ് എന്നായിരുന്നു അവിടെ കണ്ടത്. അതൊരു തരം കേക്കിന്റെ പേരാണല്ലോ. സ്പെയിൻ എന്ന പേര്
കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ സ്പാനിഷ് എന്ന പ്രയോഗം കേൾക്കുമ്പോൾ തന്നെ ഓർമ്മയിലെത്തുന്ന ഒരു പ്രയോഗമുണ്ട്, സ്പാനിഷ് അർമദ. അർമദ എന്നാൽ പടക്കപ്പൽ കൂട്ടം എന്നാണ് അർത്ഥം. 1588 ഫിലിപ്പ് രണ്ടാമൻ രാജാവ് സ്പെയിനിൽ നിന്ന് ഇംഗ്ലണ്ടിനെ പിടിച്ചടക്കാൻ വേണ്ടി അയച്ച ഒരു കപ്പൽ പടയുടെ പേരാണ് സ്പാനിഷ് അർമദ. പോയ ദൗത്യം നടന്നില്ല, അത് വേറെ കാര്യം. പക്ഷേ സ്പാനിഷ് അർമദ എന്നുള്ള പേര് അന്ന് മുതൽ ഇന്ന് വരെയും പ്രശസ്തമാണ്. ഈ പന്ത് കളിയിൽ സ്പെയിൻ കിരീടം നേടിയപ്പോൾ അവിടെ വീണ്ടും സ്പാനിഷ് അർമദ കടന്നു വന്നതിൽ ഒരത്ഭുതവുമില്ല. മാതൃഭൂമി ഹുറേ സ്പെയിൻ എന്ന് ഒരു വലിയ ശീർഷകം നൽകിയിട്ടുണ്ട്. അതിന് താഴെ എഴുതിയിരിക്കുന്നത് ഈ സ്പാനിഷ് അർമദയെ ഓർമ്മിപ്പിക്കുന്ന വരികളാണ്. കൊടുങ്കാറ്റും പേമാരിയും കടന്നെത്തിയ സ്പാനിഷ് പടക്കപ്പൽ അർജന്റീനയുടെ നീലത്തിരമാലയിൽ ഉലഞ്ഞില്ല എന്നാണ് മാതൃഭൂമി എഴുതിയിരുന്നത്. ദ ഹിന്ദുവിലെ ശീർഷകവും ഏതാണ്ട് ഇതുപോലെ തന്നെയായിരുന്നു. ടോറസ് ദ ഹീറോ ആസ് സ്പാനിഷ് അർമദ സിങ്സ് അർജന്റീന എന്നാണ്. സ്പാനിഷ് അർമദയ്ക്ക് പണ്ട് കിട്ടാത്തൊരു വിജയമാണ് ഇപ്പോൾ പത്രങ്ങൾ നൽകുന്നത്. അവിടെ എഴുതിയിരുന്ന ഒരു വാക്യം വളരെ ശക്തമായി തോന്നി. എ ഡിഫീറ്റ് ദാറ്റ് അറൈവ്ഡ് ഇൻ എ സിംഗിൾ ബ്ലോ എന്നാണ്. ഒറ്റ അടിയിൽ കിട്ടുന്ന തോൽവി എന്നാണ് ദ ഹിന്ദു അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. സ്പാനിഷ് അർമദയെ ഓർമ്മിപ്പിക്കുന്ന ശീർഷകങ്ങൾ പലയിടത്തും വന്നെങ്കിലും സ്പാനിഷ് അർമാദം എന്ന് ജന്മഭൂമിയാണ് എഴുതിയത്. അത് അർമദയുടെ ഒരു അർമാദം എന്നുള്ള മട്ടിൽ ആണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ മലയാള മനോരമയിലെ ഒരു പങ്ക്തിയുടെ ഭാഗമായി സ്പാനിഷ് അർമഡ എന്ന് എഴുതിയിട്ടുണ്ട്. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന 3 വാക്കുള്ള ശീർഷകം വളരെ ആകർഷകമായി തോന്നി. ഓരോ വാക്കിലും 5 അക്ഷരം മാത്രമാണ്. സ്പെയിൻ റെയിൻ അഗെയിൻ എന്നാണ് അവിടെ ശീർഷകമായി കണ്ടത്. ഓരോ വാക്കിലും 5 അക്ഷരം വീതം ഉണ്ട്. ദ എംപയർ സ്ട്രൈക്സ് ബാക്ക് എന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. എതിരാളികളെ വിഷമത്തിലാക്കാൻ സ്പെയിൻകാർക്കുള്ള പ്രത്യേക കഴിവിനെ കുറിച്ചാണ് ടൈംസ് ഓഫ് ഇന്ത്യ ആ ലീഡിൽ പറയുന്നത്. ആ കഴിവ് തന്നെയാണ് കളിയുടെ ഫൈനലിൽ നമ്മൾ കണ്ടത്. അല്പം കൂടി പിന്നോട്ട് നോക്കുമ്പോൾ പത്രങ്ങൾ ഗംഭീരമായി ആഘോഷിച്ച ഒരു സംഭവമുണ്ട്. കളിയിലേക്ക് മെസ്സിയുടെ വരവ്. അൾജീരിയക്കെതിരെ 3 ഗോൾ അടിച്ചപ്പോൾ മെസ്സി എന്ന പേര് ഒരു പത്രം ഇംഗ്ലീഷിലാണ് എഴുതിയത്. അത് ME എന്നുള്ളത് തിരിച്ചിട്ട് 3 എന്നാക്കി. അങ്ങനെ ശീർഷകത്തിൽ ഒരു തമാശ കാട്ടിയാണ് മലയാള മനോരമ അത് ആഘോഷിച്ചത്. വേറൊരിടത്ത് മെസ്സി 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 എന്ന് 3 തവണ എഴുതിയിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള ആളുകളും ഒരുപാട് പത്രങ്ങളും മെസ്സിയിൽ അർപ്പിച്ച അമിതമായ ഒരു ആത്മവിശ്വാസമുണ്ടല്ലോ, അത് കാരണമാണെന്ന് തോന്നുന്നു ഫൈനലിൻ്റെ റിസൾട്ട് വരുമ്പോൾ ശീർഷകങ്ങളിൽ മെസ്സിയും കടന്നു വന്നു. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് വളരെ വ്യക്തമായി എഴുതിയിട്ടുള്ളത് മെസ്സിയുടെ കാര്യം തന്നെയാണ്. അവിടെ ശീർഷകം ഇങ്ങനെയാണ്: മെസ്സി എൻഡ്സ് വേൾഡ് കപ്പ് ഇൻ ടിയേഴ്സ് ആസ് ലാ റോജ സേ 2 ചിയേഴ്സ്. അവിടെ അത്യാവശ്യം പ്രാസവുമുണ്ട്, കാര്യവും പറയുന്നുണ്ട്. ആ റിപ്പോർട്ട് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: ദർ വാസ് നോ ഫെയറി ടെയിൽ എൻഡിങ്. ഈ പഴയകാല കഥകളൊക്കെ അവസാനിക്കുന്നത് അവർ സന്തോഷത്തോടെ തിരികെ പോയി എന്ന് പറഞ്ഞാണല്ലോ. അതിന് വിരുദ്ധമായിട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇവിടെ പറയുന്നത് മെസ്സിയുടെ കവിളിലൂടെ കണ്ണുനീർ ഒഴുകിയ കാര്യമാണ്. ഇത് ഓർക്കാനൊരു കാരണമുണ്ട്. മെസ്സി വന്നപ്പോൾ മലയാളത്തിൽ ഒരു പത്രം എഴുതിയ ഒരു ചോദ്യമുണ്ട്: മെസ്സി അല്ലാതെ ആര് എന്ന്. സ്പെയിൻ എന്നൊരു മറുപടി ഇപ്പോൾ കിട്ടിയല്ലോ, അല്ലെങ്കിൽ ടോറസ് എന്നൊരു മറുപടി കിട്ടിക്കഴിഞ്ഞല്ലോ. കളിക്കിടയിൽ പലതരം തലക്കെട്ടുകൾ നമ്മളെ രസിപ്പിച്ചുകൊണ്ടേയിരുന്നു. പ്രാസമൊപ്പിച്ചുള്ള ഒരുപാട് ശീർഷകങ്ങളെ കാണാൻ കിട്ടിയിരുന്നു. ഘാന കളിച്ചപ്പോൾ ഗംഭീരം ഘാന. കൊളംബിയയുടെ കാര്യം വന്നപ്പോൾ കൊള്ളാം കൊളംബിയ. തുർക്കിയെ ഓസ്ട്രേലിയ തോൽപ്പിച്ചുകൊണ്ട് വന്നപ്പോൾ മാസ്ട്രേലിയ എന്ന് പറഞ്ഞത്, അത് മാസ് എൻട്രി എന്നൊക്കെ പറയും പോലെ. തുർക്കി ജയിച്ചപ്പോഴോ ജയ തുർക്കി എന്നാണ് ഒരു പത്രം എഴുതിയത്. പക്ഷേ പറയാതിരിക്കാൻ തരമില്ല, മുൻകാലങ്ങളിൽ ഇക്വഡോർ കളിക്കുമ്പോഴൊക്കെ ഒന്നുകിൽ ഡോർ അടച്ചു അല്ലെങ്കിൽ ഡോർ തുറന്നു എന്ന് ഒരു പത്രം എഴുതുമായിരുന്നു. ഇത്തവണ ആ പത്രം അങ്ങനെ എഴുതിയില്ല, പക്ഷെ വേറെ 1-2 പേർ ഡോർ അടച്ചു എന്ന് എഴുതിയിരുന്നു. ജർമ്മനി പരാഗ്വേയുമായി തോറ്റപ്പോൾ കണ്ട ഒരു ശീർഷകം രസകരമായി തോന്നി. തോറ്റപ്പോൾ അവർക്ക് എന്തായാലും ഒരു മനോവേദന ഉണ്ടായി കാണുമല്ലോ. അതിന് മലയാള മനോരമ നൽകിയ വിശേഷണം എന്താണെന്നോ? ജർമ്മനോവേദന എന്ന്. സാധാരണ കാണുന്ന ഒരു മനോവേദന അല്ലാതെ. മാധ്യമജാലകത്തിന്റെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.